മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നവർ ആരാണ്? ഉത്തരം: ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം. അപ്പനെയും അമ്മയെയും ദുഷിക്കുന്നവന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഉത്തരം: മരണം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം: വായിൽ നിന്നും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. കുരുടന്മാരായ വഴികാട്ടികളെന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം: പരീശന്മാരെ കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് യേശു ആരോട് പറഞ്ഞു? ഉത്തരം: കനാന്യ സ്ത്രീയോട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. 7 അപ്പം കൊണ്ട് യേശു പരിപോഷിപ്പിച്ച പുരുഷന്മാർ എത്ര പേരായിരുന്നു? ഉത്തരം: 4000. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 38-ാം വാക്യം. 4000 പുരുഷന്മാർ ഭക്ഷിച്ചിട്ട് എത്ര വട്ടി നിറച്ചെടുത്തു? ഉത്തരം: 7. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 37-ാം വാക്യം. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു കനാന്യ സ്ത്രീയോട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം. ആര് നട്ടിട്ടില്ലാത്ത തൈയാണ് വേരോടെ പറഞ്ഞു പോകുന്നത്? ഉത്തരം: സ്വർഗസ്ഥനായ പിതാവ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. കനാന്യ സ്ത്രീയുടെ മകളുടെ രോഗം എന്തായിരുന്നു? ഉത്തരം: ഭൂതോപദ്രവം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം.